ബൈ. ചേട്ടനോടാ തുടങ്ങി അവള്. എന്റെ കൊച്ചിനെ നോക്കാൻ എനിക്കറിയാം കേട്ടാ. ആ അത് കാണുന്നില്ല, അതുകൊണ്ടാണ്. എടേ ഈ കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, ആളുകളെ കാണിക്കാനല്ല. അത് അവർക്കറിയാം, കുടുംബാംഗങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ നോക്കുക. പെട്രോൾ ഇല്ലേടേ. ലൈറ്റ് ഓഫ് ചെയ്യ, കറണ്ട് കളയണ്ട. മക്കളെ കഴിക്കാൻ എന്താ വേണം? കഴിക്കാൻ ഇവിടെ ചോറുണ്ട്, മാമി വെച്ചു. ഓ മാമി ചോറ് വെച്ചാ? വേറെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ വല്ലതും വേണം? വേണ്ട, ഫിഷ് ഫ്രൈയാ? വേണ്ട. ആ നൂഡിൽസ് മേടിക്കായിരുന്നു. നൂഡിൽസ്. സമയം എത്ര സമയമായി നീ ഒരുങ്ങാൻ എടുക്കാനും തുടങ്ങിയിട്ട്? ഡാഡി ഇത് തേച്ചില്ലേ? തേച്ചില്ലേ ഇത്? ഇന്നലെ തേക്കണ്ടേ? അമ്മയാണെങ്കിൽ ഇന്നലെ തേച്ചിട്ടു. ഞാൻ വിചാരിച്ചു തേച്ചൊന്ന്. എന്നാ ഇന്നലെ പറയണ്ടേ എന്നോട്? ഒരു ഉത്തരവാദിത്തം എടുത്ത് കഴിക്കും. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യത്തിന് ഒരു ഇതുമില്ല. അടുത്ത് കഴിക്കേ, പെട്ടെന്ന് കഴിക്കേ. തലേ ദിവസം എല്ലാം ഒരുക്കി വെക്കണം, ടൈം ടേബിൾ നോക്കി വെക്കണം എന്നൊക്കെ എത്ര പറഞ്ഞാലും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മക്ക് വരാറായില്ല, അമ്മ ഓക്കെ ആയല്ലോ. അത് നിന്റെ അമ്മ എടുത്ത് തന്നെ ചോര്. നീ എടുത്ത് ഉപ്പുമാവൻ എന്ത് കുഴപ്പം? ഉപ്പുമാവ് ഞാൻ കഴിക്കുവോ? എടീ നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉപ്പുമാവ്. അതുകൊണ്ടാണ് ഡാഡി അത് ഉണ്ടാക്കിയത്. ഡാഡിക്ക് ഇഷ്ടമല്ലല്ലോ, വേറെ എന്തെങ്കിലും ഒരു ദോശ ഉണ്ടായിക്കൂടെ? എന്റെ കൊച്ചാ നീ തർക്കത്തിനെ പറയാതെ അങ്ങോട്ട് വേണേ കഴിക്കും. ഉച്ചക്ക് എന്തോന്നാണ് ഇത് തന്നെ? നിനക്ക് ഉച്ചക്ക് ഇതല്ല, ഉച്ചക്ക് ഡാഡി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും ഉണ്ട്. കറിയൊന്നുമില്ല. ഇപ്പൊ ഇതും കൊണ്ട് എങ്ങനെയാണ് പോയി ഫുഡ് കഴിക്കുന്നത്? നനയ്ക്കാനെങ്കിലും ഒരു രസമെങ്കിലും വെച്ചൂടെ? മുത്തേ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഒരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, അല്ലെങ്കിൽ ഡാഡിക്ക് ഇതിൽ രാവിലെ എനിക്ക് രസം വെച്ച് തന്നിരുന്നെങ്കിലാ. ലേറ്റ് ആയി. നാളെ മാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാം. എടി അത് കഴിച്ചിട്ട് പോ. വേണ്ട, ലേറ്റായി മതി. നീ കഴിക്കാതിരുന്ന തല ഇറങ്ങി എവിടെയെങ്കിലും വീഴും. ഇത് ചൂടാവണമില്ല ഈ കുന്ത്രാണ്ട്. ഇത് എങ്ങനെ? ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, മാമി ഉണ്ടായിരുന്നു. മാമിയും ഡാഡിയോട്ട് എണീറ്റതും ഇല്ല. ഇതെങ്ങനെ എവിടെ ഇതിൽ വെച്ചൊക്കെ തേക്ക എടുക്കുകയും ചെയ്യണമെന്നോ? പിന്നെ തേക്കണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോണ്ട് പോവാ. തന്നോ? എന്റെ കൊച്ചെ തേക്കാതെ ഇട്ടോണ്ട് പോയാൽ വൃത്തിയേടായി. സമയം കണ്ടിന് ബെല്ലടിച്ചാ സമയം എന്റെ കുഴപ്പമുണ്ടോ? എന്റെ കുഴപ്പമുണ്ടോ? രാവിലെ എഴുന്നേക്കണം. വിളിച്ചാ എല്ലാം എഴുതിക്കോളൂ. തള്ള വിളിച്ചില്ലെങ്കിൽ എഴുതിക്കോ. ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിന്നെ. ഡാഡി ഇപ്പോഴല്ലേ ഡാഡി എണീച്ചത്? നീ തർക്കത്തിനെ റെഡിയായി പോന്നോ? എടി തേക്കാതെ ഇട്ടോണ്ട് പോയാൽ അത് മെന കാണൂല, ഭയങ്കര വൃത്തിയേടായിരിക്കും. അത് നേരത്തെ ചെയ്യണമായിരുന്നു. ഡാഡിക്ക് അറിയാമായിരുന്നല്ലോ ഒറ്റയ്ക്കാണ് പോണത്. ഓ എന്റെ കർത്താവേ. എടി സ്കൂളിൽ എല്ലാവർക്കും അറിയാം നീ എന്റെ മോളാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ പോയാ തർക്കോത്തരം പറഞ്ഞു ഇത്തിരി കൂടണുണ്ട് കേട്ടാ. എന്റെ തള്ള തന്നെ പാഴാക്കി വെച്ചേക്കണേ. അയ്യോ ചായയും കുടിച്ചില്ലേ? ഈ ബുക്കെല്ലാം ഇതിൽ വെക്കാനുള്ളതാണാ? അതൊക്കെ ഞാൻ വെച്ചോളാം, എല്ലാ കാര്യം ഞാനല്ലേ ചെയ്തത്. വെച്ചോളാം. നീ വെച്ചോണ്ടെന്ന് എന്ന സമയത്ത് ഒന്നും പോക്ക് നടക്കൂല. നാളെ എത്തുള്ളൂ സ്കൂളിൽ. പെട്ടെന്നെ പഠിപ്പിച്ച് പാഴാക്കി വെച്ചിട്ടുണ്ടാ തള്ള.